കുറച്ച് ദിവസമായിട്ട് ആരും മൈൻഡ് ചെയ്യാത്ത ഈ 2 സപ്പോട്ടയെ ഒന്ന് ഷെയ്ക്ക് അടിച്ചാലോ എന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഇതിനെ സ്കിന്നെല്ലാം റിമൂവ് ചെയ്തിട്ട് ക്ലീൻ ചെയ്ത് സ്കിന്നെല്ലാം റിമൂവ് ചെയ്ത് ശേഷം വേണ്ടത് നമുക്ക് കട്ടപ്പാലാണ്. ഫ്രീസ് ചെയ്തിട്ടുള്ള പാല്, ഫ്രീസ് ചെയ്തിട്ട് നല്ല കട്ടിയാക്കി എടുത്തിട്ടുള്ള പാലാണ് വേണ്ടത്. അത് നല്ലവണ്ണം ഒന്ന് കുത്തി ഉടച്ചു കൊടുക്കുക. ശേഷം ഞാൻ ഇതിലേക്ക് ടേസ്റ്റിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നത് ബൂസ്റ്റിൻ്റെ പൊടിയാണ്. ഹോർലിക്സിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കാം. അപ്പോൾ കയ്യിലുണ്ടായത് ബൂസ്റ്റ് ആയതുകൊണ്ട് ബൂസ്റ്റിൻ്റെ പൊടി കൂടെ ഇട്ട് കൊടുക്കാം. ശേഷം ആവശ്യത്തിന് ഷുഗറും കൂടെ ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് അടിച്ചെടുക്കാം മിക്സിയിൽ. ഇത്രയേ ഉള്ളൂ നമ്മുടെ ചിക്കു ഷേക്ക്. ഇതിൽ പാലൊട്ടും നോർമലായിട്ടുള്ള പാല് ചേർക്കാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. കട്ടപ്പാൽ തന്നെ ആവശ്യത്തിന് നമുക്ക് ക്വാണ്ടിറ്റി എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് കട്ടപ്പാൽ തന്നെ ചേർത്ത് കൊടുക്കുക. അത്രയും മാത്രം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അടിപൊളി തിക്കായിട്ടുള്ള ഒരു ഷേക്ക് കിട്ടുന്നതായിരിക്കും. നോർമലായിട്ട് പാൽ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ കട്ടപ്പാലിൻ്റെയോടൊപ്പം തന്നെ നോർമലായിട്ടുള്ള പാൽ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിനൊരു തിക്നെസ് കുറവായിരിക്കും, ഒരു ജ്യൂസ് പോലെ തന്നെ ഉണ്ടാവും. അതുകൊണ്ടാണ് അത് ഒഴിച്ചു കൊടുക്കണ്ട എന്ന് പറഞ്ഞത്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒരു ലഞ്ചിൻ്റെ ടൈം ആയിട്ടുമില്ല, അങ്ങനെയുള്ള ഇടയിലുള്ള ഒരു ടൈം ഉണ്ടാവുമല്ലോ, ഒരു ബ്രഞ്ച് ടൈം. ആ ടൈമിൽ നമുക്ക് ഇങ്ങനെ ഒരു നല്ല അടിപൊളി ചിക്കു ഷേക്ക് കുടിക്കാൻ കിട്ടിക്കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. എങ്കിൽ ഇപ്പം തന്നെ പോയിട്ട് ഉണ്ടാക്കിക്കോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ വിട്ടുപോകരുത്.